എനിക്ക് 10ൽ 8 മാർക്ക് കൊടുക്കും. വികസനം ഉണ്ടായിട്ട് വേണ്ടേ അതിനെ സംബന്ധിച്ച് നമുക്കൊരു വിശകലനം നടത്തേണ്ടി വരുന്നത്. MK രാഘവൻ MP നമ്മുടെ മണ്ഡലത്തിൽ നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഴയ വികസനം തന്നെ കാണാനുള്ളൂ. കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോടിന് ഒരു ശക്തനായ ഒരു MP ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ സംശയമാണ്. വികസനം ഈ വഴിക്ക് വന്നില്ല മോളെ. അദ്ദേഹം വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്നു. സമസ്ത മേഖലകളിലും അദ്ദേഹം എത്തി. പത്തിലെത്ര? ബാലുശ്ശേരി, എലത്തൂർ, കൊടുവള്ളി, കുന്നമംഗലം, ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ അപൂർവം ചില ഘട്ടങ്ങളിലൊഴികെ കോഴിക്കോട് എന്നും UDF-നോടൊപ്പമായിരുന്നു. 1957 മുതലുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു നോക്കിയാൽ അത് വ്യക്തവുമാണ്. 1957 കുട്ടിക്കൃഷ്ണൻ നായർ KM സീതി സാഹിബിനെ പരാജയപ്പെടുത്തിയതോടെയാണ് കോഴിക്കോടിന് UDF-നോടുള്ള കൂറ് ശക്തമായത്. 62 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി CH മുഹമ്മദ് കോയ CPI-യുടെ മഞ്ജുനാഥ് റാവുവിനെ തോൽപ്പിച്ചു. മുന്നണി ബന്ധത്തിൽ മാറ്റം വന്ന 67ലും 71ലും ലീഗിലെ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനൊപ്പമായിരുന്നു കോഴിക്കോട്. 77 കോൺഗ്രസിലെ ഡോക്ടർ VA സെയ്ദ് മുഹമ്മദ് ജനതാ പാർട്ടി സ്ഥാനാർത്ഥി M കമലത്തെ പരാജയപ്പെടുത്തി. 2024 വരെയുള്ള കോഴിക്കോടിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ UDF-ന്റെ മേൽക്കോയ്മ വ്യക്തമാകും. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ചുവപ്പുകൊടി പാർപ്പിക്കാനുള്ള CPM ശ്രമം വിശ്രമമില്ലാതെ തുടരുകയാണ്. 2009 കോഴിക്കോട് മണ്ഡലം പുനർനിർണയിക്കപ്പെടുന്നത്. മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയും കൽപ്പറ്റയും വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായി. പകരം കുന്നമംഗലം, ബേപ്പൂർ എന്നിവ കോഴിക്കോടിനോട് ചേർക്കപ്പെട്ടു. മണ്ഡലം പുനർനിർണയത്തിനു ശേഷം CPM-ന് വ്യക്തമായ മേധാവിത്വമുണ്ട്. എന്നാൽ അതിനുശേഷം ജയിക്കാനായില്ല എന്നത് പാർട്ടിക്ക് വലിയ ഭീഷണിയായി തന്നെ തുടരുകയാണ്. 15 വർഷമായി MK രാഘവൻ MP-യോടൊപ്പം നിൽക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് ഇത്തവണയും CPM-ന്റെ വെല്ലുവിളി. 2009 ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂരുകാരനായ MK രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ തന്റെ വരവറിയിച്ചത്. ഭൂരിപക്ഷം 1000-ൽ താഴെ. കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടന്റെ ചൈത്രയാത്ര അന്ന് തുടങ്ങി ഇന്നിപ്പോൾ 15 വർഷം പിന്നിടുന്നു. കോഴിക്കോട്ടെ ജനങ്ങളാണ് UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ തീരുമാനമെടുക്കേണ്ടത്, ഞാനല്ല. പക്ഷെ അവരെല്ലാം വിലയിരുത്തി തീരുമാനിക്കുന്ന ആളുകളാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ 2009 വരുമ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനല്ല, കണ്ണൂർക്കാരനാണ്. അന്ന് എന്നെ മുഴുവനും ഇറക്കുമതി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളാണ്. അന്ന് 838 വോട്ടിനാണ് ജയിച്ചത്. 2014 ഞാൻ 16,000-ൽ പരം വോട്ടുകൾ ജയിച്ച ആളാണ്. 19 തന്നെ ഈ എല്ലാ ഘട്ടം എന്നെ വ്യക്തിഹത്യ ചെയ്യാറുണ്ട് നിരന്തരമായി. 2019 എന്നെ പരമാവധി വ്യക്തിഹത്യ ചെയ്തവരാണ്. അന്ന് 85,000-ൽ പരം വോട്ടുകൾ തന്നുവരാൻ കോഴിക്കോട് ഭൂരിപക്ഷം നിലയിൽ. എനിക്ക് കോഴിക്കോട് ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസമാണ്. പ്രബുദ്ധരായ ജനങ്ങളാണ്. 2014-ലും 2019-ലും വർദ്ധിത ഭൂരിപക്ഷത്തോടെ വിജയം MK രാഘവനായി ആവർത്തിച്ചു. A വിജയരാഘവനെയും A പ്രദീപ് കുമാറിനെയും പോലെയുള്ള വമ്പന്മാരെയാണ് പരാജയപ്പെടുത്തിയത്. 85,225 വോട്ടാണ് 2019-ലെ തിരഞ്ഞെടുപ്പിൽ MK രാഘവന്റെ ഭൂരിപക്ഷം. ചുരുക്കത്തിൽ പറഞ്ഞാൽ MK രാഘവനെ തളയ്ക്കാൻ ആവനാഴിയിലെ അവസാന അമ്പും CPM പ്രയോഗിച്ചു കഴിഞ്ഞു. ഇത്തവണ ഇനി കളത്തിൽ ആരെ ഇറക്കുമെന്ന തലപുകഞ്ഞ ചിന്തയിലാണ് CPM. എളമരം കരീം MP-യുടെ പേര് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർച്ചയായ MK രാഘവൻ MP-യുടെ വിജയം CPM-നെ അലോസരപ്പെടുത്തുന്നതാണ്. വ്യക്തമായ മേധാവിത്വം ഉണ്ടായിട്ടും തങ്ങൾക്ക് എന്തുകൊണ്ട് വിജയിക്കാൻ കഴിയുന്നില്ലെന്നാണ് CPM-ന്റെ ആലോചന. MK രാഘവൻ MP-യുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയും കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ചും അവർ അംഗത്തിനൊരുങ്ങുകയാണ്. കോഴിക്കോടിന്റെ 15 വർഷം ഇല്ലാതാക്കിയ MP-യാണ് MK രാഘവൻ എന്നാണ് CPM-ന്റെ ആരോപണം. വെറും അവകാശവാദങ്ങൾ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ MP-യെ കൊണ്ട് സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസ, ആരോഗ്യ, വ്യവസായ, റെയിൽവേ മേഖലകളിലെല്ലാം MP വട്ടപൂജ്യമാണ്. നിരവധി വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന നഗരമാണ് കോഴിക്കോട്. എന്നാൽ MP മണ്ഡലത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് പോലും കൊണ്ടുവന്നില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷ് പറഞ്ഞു. കോഴിക്കോട് നഗരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്.
പക്ഷെ 15 വർഷക്കാലമായി MP-യുടെ മുൻകൈയിൽ ഒരു പദ്ധതിയും കോഴിക്കോട് വന്നില്ല. കൃത്യമായി പറയുന്നു, ഒരു പദ്ധതിയും വന്നില്ല. സാധാരണഗതിയിൽ MP ചെയ്യാറ് സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതികൾ തൻ്റേതാണെന്നുള്ള പ്രചരണം നടത്തലാണ്. ചാലിയത്തെ ഷിപ്പ് ഡിസൈൻ സെൻറ്റർ നിർദ്ദേശ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ്, അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാർ കൂടി ഒരു സംയുക്ത പ്രോജക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു. LDF ഗവൺമെൻറ് പോയി, പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവിടെ ഒന്നും നടക്കില്ല, MP ഒന്നും പറയുന്നില്ല. രണ്ടാമത്തായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ്. സെയിലും കേന്ദ്ര സർക്കാരിൻ്റെ സെയിലും കേരള സർക്കാർ കൂടി ചേർന്ന് സംയുക്ത സംരംഭമാക്കി. സെയിൽ സ്റ്റീൽ കോംപ്ലക്സ് കോടിക്കണക്കിന് രൂപ മുടക്കി. ആ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരും സെയിലും അതിനെതിരായൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടി. സംയുക്ത സംരംഭമായതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ ഒന്നും ചെയ്യാനാവുന്നില്ല, പൂട്ടി. ഒന്നും MP ചെയ്യാനായില്ല. കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം, നഗരം മുഴുവൻ ഫ്ലക്സ് ബോർഡെല്ലാം വെച്ചു. ഒരു കാര്യം നടന്നില്ല, തൊഴിലാളികളെ വഞ്ചിച്ചു. മാവൂർ ഗ്രാസിം കമ്പനിക്കകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു 2014 ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം. ഒന്നും നടന്നില്ല. അങ്ങനെ ഒരു വ്യാവസായിക മേഖല എടുത്തു നോക്കിയാൽ ഒരു കാര്യം കോഴിക്കോട് നടന്നില്ല. പുതിയാപ്പ വെള്ളയിൽ ഫിഷിംഗ് ഹാർബറിൻ്റെ പണിക്ക് വേണ്ടി ഉപയോഗിച്ച മുഴുവൻ പണവും, അവിടുത്തെ പ്രവൃത്തിക്ക് ഉപയോഗിച്ച മുഴുവൻ പണവും സംസ്ഥാന സർക്കാരിൻ്റെയാണ്. ചില്ലിക്കാശ് കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ല. പിന്നെ എന്താണ് അദ്ദേഹം ഇതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാമ്പത്തിക വർഷം 5 കോടി രൂപയാണ് MP ഫണ്ട് ലഭിക്കുന്നത്. അതിൽ 3.5 കോടിയോളം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കാം. ബാക്കി വരുന്ന 1.5 കോടി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സംരക്ഷണത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. എന്നാൽ ഇത്തവണ 5 വർഷം കൊണ്ട് 17 കോടിയാണ് ലഭിച്ചത്. കോവിഡ് സമയത്ത് കേന്ദ്രം MP ഫണ്ട് വെട്ടിക്കുറച്ചു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോട് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് MK രാഘവൻ MP-യുടെ വാദം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതി, 120 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി PMSSY, ചെറുവണ്ണൂർ ESC കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം, ഈസ്റ്റ്ഹിലിലെ കേന്ദ്രീയ വിദ്യാലയ ലൈബ്രറി ബിൽഡിംഗ്, ഫറൂഖ് ESC കെട്ടിടത്തിന്റെ പുനരുദ്ധാരണം, പാവങ്ങാട് റെയിൽവേ ഓവർ ബ്രിഡ്ജ്, എലത്തൂർ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ്, പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ നവീകരണം, കോഴിക്കോട് 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കാനുള്ള അനുമതി തുടങ്ങിയവയെല്ലാം MP ചൂണ്ടിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങളിൽ പെടുന്നവയാണ്. ഈ കഴിഞ്ഞ 3 കാലഘട്ടങ്ങളിലായി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേന്ദ്ര പ്രോജക്റ്റുകൾ വന്നിട്ടുള്ള ഒരു ലോകസഭാ മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ്. ആരോഗ്യരംഗത്ത് PMSSYയുടെ പ്രോജക്റ്റ്, മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, 120 കോടിയുടെ പ്രോജക്റ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാച്ചിങ് ഫണ്ട് 75 ലക്ഷം, മൊത്തം 200 കോടിയുടെ ഒരു പ്രോജക്റ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ടെറിഷറി ക്യാൻസർ കെയർ സെൻറ്റർ കേന്ദ്ര പ്രോജക്റ്റാണ്. കേരളത്തിന് ഓരോ സ്റ്റേറ്റിന് അനുവദിക്കുന്ന പ്രോജക്റ്റാണ്. അത് കോഴിക്കോട്ടേക്കാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് 3 ഏക്കർ സ്ഥലം വീണ്ടും വാങ്ങിക്കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇംഹാൻസ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് കേരളത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥാപനം കോഴിക്കോട് സ്ഥാപിച്ചു. അത് മാനസികാരോഗ്യ രംഗത്തെ കേരളത്തെ മുഴുവൻ ജില്ലകളെ ആശ്രയിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൂടാതെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗതി, റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഫറൂഖ് സ്റ്റേഷൻ അത് ആദർശ് സ്റ്റേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ്. അത് 32 കോടിയുടെ പ്രോജക്റ്റാണ്. ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഷനാണ്. 471 കോടിയുടെ പ്രോജക്റ്റ് ആണത്, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അതിൻ്റെ പ്രവർത്തനം അവാർഡ് ചെയ്തു, അതിൻ്റെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് തറക്കല്ലിട്ടത്. ഈ കേരളത്തിലെ 3 സ്റ്റേഷനുകൾ, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കൊല്ലം, ഒന്ന് കോഴിക്കോട്. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു പ്രോജക്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ കോഴിക്കോട് മുഖച്ഛായ മാറുന്ന സ്ഥാപനമായി സ്റ്റേഷനായി മാറുകയാണ്. അത്ര മനോഹരമായ ഒരു ഡിസൈനാണ് കെട്ടിടത്തിന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ കോഴിക്കോട് MP-ക്ക് പാസ് മാർക്ക് പോലും നൽകാൻ കഴിയില്ല എന്നാണ് BJP പറയുന്നത്. അദ്ദേഹം MP എന്ന നിലയിൽ കോഴിക്കോടിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിരളമാണ്.
കേന്ദ്രം കേരളത്തിന് നൽകുന്ന പദ്ധതികൾ ഫ്ലെക്സ് അടിച്ചു തന്റേതാക്കി മാറ്റുന്ന നടപടിയാണ് MP സ്വീകരിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ പറഞ്ഞു. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP MK രാഘവന് 10-ൽ എത്ര മാർക്ക് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ പാസ് മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര സർക്കാരിൻ്റെ കാരുണ്യം കൊണ്ട്, പരിഗണന കൊണ്ട് കിട്ടിയിട്ടുള്ള പദ്ധതികളാണ് നമുക്ക് എങ്ങും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി കോഴിക്കോട് അതിൽ പരാമർശിക്കപ്പെടുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഫ്ലക്സുമായി MK രാഘവൻ പ്രത്യക്ഷപ്പെടും. ഇതൊക്കെ ഞാൻ പ്രോജക്റ്റ് കൊടുത്തതാണ്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊടുത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. കോഴിക്കോട്ടുകാർ MK രാഘവൻ MPയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും രാഘവേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. കാരണം അദ്ദേഹം മണ്ഡലത്തിലെപ്പോഴും നിറസാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ സാന്നിധ്യം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നോ? പറയേണ്ടത് ജനങ്ങളാണ്. MP എന്ന നിലയിൽ രാഘവൻ പൂർണ്ണ പരാജയമാണെന്ന് ചിലർ പറയുമ്പോൾ അതിനെ എതിർത്തും വാദങ്ങൾ ഉയരുന്നുണ്ട്. MP രാഘവൻ MP ആയതിനു ശേഷം നമ്മുടെ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പുതിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഈ വഴിക്ക് വികസനം വന്നില്ല. ഇവിടെ വെള്ളം ചളിയും കൊണ്ടൊക്കെയാണ് നമ്മൾ വെള്ളത്തിലും ചളിയും നിന്നിട്ട് അവിടെ തെരുവാര കച്ചവടം ഞങ്ങൾ ജീവിക്കുന്നതൊക്കെ. റോഡിൻ്റെ കാര്യം വെച്ചാൽ റോഡ് കുണ്ടും കുഴിയും തന്നെ. BSNൻ്റെ മുന്നിലൊക്കെ വെള്ളം, LICൻ്റെ മുന്നിൽ വെള്ളം കെട്ടിക്കുകയാണ്. മഴക്കാലം വന്നാൽ ആർക്കും പോകാനും വരാനും പറ്റുന്നില്ല. ബസ് പോകുമ്പോഴൊക്കെ വെള്ളം ചളിയും തെറിക്കുക. ബസ് കുണ്ടുകൂടെ പോകണ വെള്ളം കുണ്ടും ചളിയൊക്കെയാണ്. നല്ല അഭിപ്രായമാണ്, നല്ലൊരു വ്യക്തിയാണ്. എല്ലാ ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റിയ ഒരു MP ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഒരുപാട് മേഖലയിലായിട്ട് മൂപ്പര് നമ്മൾ പല പല പ്രവർത്തനങ്ങളുണ്ടാവുമല്ലോ. ഇവിടെ എല്ലാ മേഖലയിലും മൂപ്പരായുള്ള സാന്നിധ്യം അറിയിച്ചൊരു വ്യക്തിയാണ്. ഇനിയും മൂപ്പർ നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ തള്ളി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കോഴിക്കോടിൻ്റെ ആ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മൂപ്പർ ഈസിയായിട്ട് ജയിച്ചു പോകും. കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനം സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇന്ന കാര്യങ്ങൾ നമ്പർ 1, 2 എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. നമ്മുടെ കല്യാണ വീടുകളിലായാലും അതുപോലെ തന്നെ വീട്ടുകൂടലുകളിലും മരണ വീടുകളിലൊക്കെ നിരന്തരമായി എത്തിച്ചേരുന്ന സജീവമായിട്ടുള്ളൊരു MP ആണെങ്കിൽ കൂടിയും ഒരു MPയുടെ പ്രവർത്തനം നമ്മൾ പാർലമെൻറ്റിലെ പ്രവർത്തനം അല്ലെങ്കിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ സൂചികകളൊക്കെ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷക്കാലം കോഴിക്കോടിന് ഒരു ശക്തനായ ഒരു MP ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ സംശയമാണ്. MPയുടെ വികസനം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ക്ലെൻലിനെസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സിറ്റിയിൽ. അതിനെന്തെങ്കിലും ശരിക്കുമുള്ള ഒരു ഡിസ്പോസൽ. പുതിയൊരു വികസനം MP-യിൽ കൂടെ വന്നത് കാണില്ല. പക്ഷെ വ്യക്തി നല്ല വ്യക്തിയാണ്, എല്ലാവരോടും നല്ല സ്വഭാവമാണ്. പക്ഷെ അതനുസരിച്ച് വികസനം ഇവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ അയാൾ തന്നെയാണ് മത്സരിക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയല്ലേ പോവുക. MK രാഘവൻ MPക്ക് 10-ൽ 7 മാർക്ക് കൊടുക്കാം. പൊതുവെ കുഴപ്പമില്ല, നല്ല വികസനമാണ്. അടുത്ത പ്രാവശ്യം മൂപ്പര് വരും എന്നാണ് തോന്നുന്നത്. MK രാഘവൻ MPക്ക് 8 മാർക്ക് കൊടുക്കാം. നല്ല വികസനങ്ങളാണ്. 2024 തെരഞ്ഞെടുപ്പിൽ വരണം. അതേസമയം CPM-ന്റെയും BJP-യുടെയും വിമർശനങ്ങളെ പാടെ തള്ളുകയാണ് കോൺഗ്രസ്. രാഘവേട്ടൻ കോഴിക്കോടിന്റെ വികസന നായകനാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. MK രാഘവന് മുൻപും ശേഷവും എന്ന രീതിയിൽ കോഴിക്കോടിനെ അളക്കണമെന്നാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറയുന്നത്. MK രാഘവന് ഫുൾ മാർക്കാണ്. 15 വർഷക്കാലമായി MK രാഘവൻ കോഴിക്കോടിൻ്റെ MP-യാണ്. വികസന പ്രവർത്തന രംഗത്ത് കോഴിക്കോട് MP എന്ന നിലക്ക് അദ്ദേഹം തുറന്നൊരു പുതിയ അധ്യായമാണ്. നാളുകളിൽ കോഴിക്കോടിൻ്റെ ചരിത്രം ഏതെങ്കിലും ചരിത്രകാരൻ എഴുതുകയാണെങ്കിൽ സുവർണ്ണ ലിപികളായിരിക്കും MK രാഘവൻ്റെ പേരുകൾ എഴുതപ്പെടുക. സമസ്ത മേഖലകളിലും അദ്ദേഹം എത്തി. അദ്ദേഹം വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MP ഓഫീസാണ്. താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം കാര്യമിടപെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അത് MK രാഘവൻ്റെ മാത്രം ക്രെഡിറ്റാണ്. എയിംസ് കോഴിക്കോട് കൊണ്ടുള്ള തീരുമാനം രാഘവൻ്റെ ശ്രമമാണ്. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ വികസനം NKR ചെയ്തതാണ്. കോഴിക്കോട് മലപ്പുറത്താണെങ്കിലും കോഴിക്കോട് വിമാനത്താവളം അറിയപ്പെടുന്നത് വിമാനത്താവളത്തിൻ്റെ വികസനവും MKRൻ്റെ പരിശ്രമ ഫലമാണ്. മാത്രവുമല്ല നിരവധിയായ ട്രെയിനുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഇതാ മംഗലാപുരമിലെ ട്രെയിനുകൾ ഇങ്ങോട്ട് നീട്ടുന്നു. റോഡുകൾ, പാലങ്ങൾ, ഒട്ടനവധി കേന്ദ്രബന്ധികൾ എല്ലാം കോഴിക്കോട് കൊണ്ടുവന്നു. ബിഫോർ MK രാഘവൻ, ആഫ്റ്റർ MK രാഘവൻ നോക്കുകയാണെങ്കിൽ
രണ്ടും കണ്ടൊരാൾക്ക് കോഴിക്കോട് കണ്ടാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് നേട്ടങ്ങളാണ് കേന്ദ്ര പദ്ധതികളുടെ എം കെ രാഘവൻ കോഴിക്കോട് എത്തിച്ചത്. ഒരാൾക്കും ഇനി ആ റെക്കോർഡ് തകർക്കാൻ സാധിക്കില്ല. അത്രയ്ക്കൊരു റെക്കോർഡാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ ജനസമ്മതനാണ് എം കെ രാഘവൻ MP. കഴിഞ്ഞ 3 തവണയും ജയിച്ചു കയറിയ എം കെ രാഘവനെ തന്നെയാകും മണ്ഡലത്തിലേക്കായി കോൺഗ്രസ് ഇത്തവണയും പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ രാഘവനെ വെല്ലാൻ തക്ക കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ CPM-ന് കണ്ടെത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ എന്ത് വില കൊടുത്തും ഇത്തവണ ജയിക്കുമെന്ന CPM നേതൃത്വത്തിന്റെ തീരുമാനം യാഥാർത്ഥ്യമാകൂ. അതിനു കഴിയുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തീവ്രശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു. ജയിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ നന്നായി ഇടപെടാൻ കഴിയുന്നവരാകണം സ്ഥാനാർത്ഥികൾ എന്ന പൊതുധാരണ CPM-നുണ്ട്. ഈ മാസം 27-ന് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. BJP MT രമേശിനും പ്രഫുൽ കൃഷ്ണയ്ക്കും VK സജീവനുമാണ് മുൻതൂക്കം നൽകുന്നത്. ആരെയൊക്കെ കളത്തിലിറക്കുമെന്ന് കണ്ടറിയാം. നിലവിൽ UDF-ന്റെ കുത്തകയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം. ഇത്തവണ അത് അവസാനിപ്പിക്കാനുള്ള ആഞ്ഞ ശ്രമത്തിലാണ് CPM-ഉം BJP-യും. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനവിധി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. 10-ലെത്ര